ഇത്രയും സഹകരണമുള്ള ഒരു പോലീസുകാർ എവിടെയില്ല. എല്ലാരും നല്ല സഹകരണം. ഞങ്ങളൊക്കെ ചോദിച്ചു നല്ല ആൾക്കാരല്ലേ, നല്ല ആൾക്കാർ. പക്ഷെ എല്ലാരും കൂടെ കൂട്ടം കൂടി നിന്നിട്ട് ഒരുമാതിരി പരിപാടി കാണിച്ചു. പക്ഷെ അതിന്റെ റൂമിലേക്ക് കയറാൻ പോകുമ്പോൾ കൊടുക്കുന്ന ആ ഒരു കിക്കില്ലേ, അടിക്കണ കണ്ടപ്പോഴേ ഞാനും പറഞ്ഞു കൊടുക്കതിന് രണ്ടെണ്ണം അല്ല കുറച്ചും കൂടെ കൊടുക്കുന്നു. സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു, നല്ല സുഖമായിരുന്നു. ആദ്യമായിട്ടാ ഒരു പെൺകുട്ടീനെ തല്ലെന്ന് പറഞ്ഞിട്ട് എല്ലാരും നിർത്തല് അടിക്കടി. അതാ ഞാൻ കുറെ മീംസ് കണ്ടു, ബ്രോ ബിലീവ്സ് ഇൻ ജെൻഡർ ഈക്വാലിറ്റി എന്നും പറഞ്ഞിട്ട്. കുറച്ച് വീഡിയോസ് ഒക്കെ ഒരു പൂക്കി സൈഡ് വരുന്നുണ്ടല്ലോ, ഒരു കോഴി സൈഡ് വരുന്നുണ്ട്, മാരീഡ് ആണോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിന്റെ DM എങ്ങനെയുണ്ടോ? ഭയങ്കര പോസിറ്റീവാണ്, ഒന്നും അങ്ങനെ നെഗറ്റീവ് ആയിട്ടൊന്നുമില്ല. പക്ഷെ ഇവര് നെഗറ്റീവ് പറയുകയാണെങ്കിൽ തന്നെ ഭയങ്കര തമാശ രീതിയിൽ ഫണ്ണി ആക്കിയിട്ട്. മറ്റേ ഈ പറഞ്ഞ ഫയൽസ് തപ്പിയെടുത്തിട്ട് തിരിച്ചു കിട്ടിയോ ആ ഒരു കിക്ക് ഉണ്ടല്ലോ ഇപ്പം ഏറ്റവും കൂടുതൽ വൈറലായി, ഡോർ തുറക്കുമ്പോൾ തന്നെ ഉള്ള ഒരു കിക്ക്. അത് എത്ര ഷോട്ട് പോയിട്ടുണ്ടായിരുന്നു? അത് കാരണം അത് ആ പോസ് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ. ആ കിക്കിനെക്കാളും കൂടുതൽ ഷോട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാല് പിന്നെ തിരിച്ച് എൻ്റെ ക്യാമറ ഞാനാണെന്ന് റിവീൽ ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ കാലിങ്ങനെ പൊക്കും വെക്കും ഇതെന്നെ റിപ്പീറ്റ് ചെയ്തോണ്ട്. ഇപ്പം സാനിയുടെ ലവ് ലൈഫ് ഒരു മൊബൈൽ നെറ്റ്വർക്ക് ആണെന്ന് വിചാരിക്കാം, അതിൽ എത്ര റേഞ്ച് ഉണ്ടോ? ഒരു ഘട്ടം. അതെന്താ? ഇല്ല. സിംഗിൾ? സിംഗിൾ. റെഡി ടു മിംഗിൾ? നോട്ട് റെഡി ടു മിംഗിൾ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മൾ കേരളക്കാരൊന്നാകെ അവൾ അടിച്ച് കൊല്ലണമെന്ന് പറഞ്ഞ ഒരാളാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ OTT-യിലൊക്കെ റിലീസായിട്ട് ഭയങ്കര എല്ലാവരുടെ അപ്രിസിയേഷൻ നേടി മുന്നോറിക്കൊണ്ടിരിക്കുന്ന ദൃഢത്തിലെ ഹീറോയിനാണ് സനിയ. ഹലോ. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളൊക്കെ ഫസ്റ്റ് ഇത് കാണുമ്പോൾ പൂക്കി കുറച്ച് കോഴിത്തരമൊക്കെ ഉള്ള ഒരു പാവം കൊച്ച് കരാട്ടയൊക്കെ പഠിക്കുന്നു. ഓക്കെ, ഞാൻ വിചാരിച്ചു നിങ്ങൾ തമ്മിലൊരു ഭയങ്കര റൊമാൻറ്റിക് പരിപാടിയിലേക്ക് പോകുന്നു. പക്ഷെ ലാസ്റ്റ് ഇനിയിപ്പോൾ ക്ലൈമാക്സ് പറയാലോ, അടിക്കണ കണ്ടപ്പോഴേ ഞാനും പറഞ്ഞു കൊടുക്കതിന് രണ്ടെണ്ണം അല്ല കുറച്ചും കൂടെ കൊടുക്കുന്നു. സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു, നല്ല സുഖമായിരുന്നു. ആദ്യമായിട്ടാ ഒരു പെൺകുട്ടീനെ തല്ലെന്ന് പറഞ്ഞിട്ട് എല്ലാരും നിർത്തല് അടിക്കടി. അതാ ഞാൻ കുറെ മീംസ് കണ്ടു, ബ്രോ ബിലീവ്സ് ഇൻ ജെൻഡർ ഈക്വാലിറ്റി എന്നും പറഞ്ഞിട്ട്. സത്യം, ഇപ്പോഴാണ് ജെൻഡർ ഈക്വാലിറ്റി കറക്റ്റ് ആയത്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. മൂവിയിൽ ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള പാർട്ട് എനിക്കറിയാലോ, അപ്പം ഏറ്റവും ഈ ഫൈറ്റ് സീക്വൻസ് എപ്പോഴായിരിക്കും എന്നുള്ള എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നത്. അവസാനം തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് എത്ര നിസ്സാര പരിപാടിയല്ലാന്ന്. അല്ല, നല്ല പാട്ടുണ്ടായിരുന്നു. ഒരു 4-5 days ഞങ്ങൾ ഫൈറ്റിന് മാത്രമായിരുന്നു. സോ തുടങ്ങുന്നതിൻ്റെ മുന്നേ ഞാൻ ഇതൊന്ന് തുടങ്ങാത്തന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോഴേ എൻ്റെ കോ ആക്ടേഴ്സ് പറയുന്നുണ്ട്, സാനിയ എന്തായാലും ജസ്റ്റ് എക്സസൈസ് ഒക്കെ ചെയ്ത് ബോഡി ഒന്ന് സെറ്റാക്കി വെക്ക്, പെട്ടെന്ന് ഇഞ്ചുറീസ് വരാനുള്ള സാധ്യത ഉണ്ടെന്ന്. അപ്പോഴൊന്നും ഞാൻ വിശ്വസിച്ചില്ല, പക്ഷെ കേട്ടില്ല ഞാൻ. പക്ഷെ എന്നെ പറ്റുന്നത് ചെയ്യുന്നുണ്ടായിരുന്നു, കാരണം ഈ മൂവിക്ക് വേണ്ടി ഓൾറെഡി ഞാൻ കരാട്ടെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പഠിച്ചിട്ടുണ്ട്. മൂവിക്ക് വേണ്ടിയിട്ട് അവര് ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു കരാട്ടെ. സോ അതിനു വേണ്ടി അത് ഞാൻ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നു. ശരിക്കുള്ള ഫൈറ്റ് സീക്വൻസ് തുടങ്ങിയപ്പോഴാണ് കിളി പോയത്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം എനിക്ക് ഏറ്റവും അറിയേണ്ടത് ലാസ്റ്റ് ആ ഷെൽഫിനുള്ളിൽ കൊണ്ടിട്ടാണ്. ഞാൻ പറഞ്ഞു അവിടെ ഒരു മാലിട്ട് വെച്ചേക്കത്. സത്യമായിട്ട് ഭയങ്കര സന്തോഷം തോന്നി. അത് ഞാൻ കുറെ കമന്റ്സ് കണ്ടു, പഴയ അഭയ ഫയൽസ് എടുക്കാൻ പോയത്. ആക്ച്വലി കമന്റ്സ് ഭയങ്കര രസമുണ്ട് ഇപ്പൊ വായിക്കാൻ. എന്ത് പോസ്റ്റ് ഇട്ടാലും അതിൻ്റെ ഇടയിൽ കമന്റ്സ് പറയുന്നുണ്ട്. ഞാൻ കമന്റ്സ് വായിക്കാൻ എപ്പോഴും എക്സൈറ്റഡ്. ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ് അതിലൊക്കെ. പക്ഷെ ആ ഒരു ഇപ്പം നമ്മുടെ ഷൈൻ്റെ റൂമിലേക്ക് കയറാൻ പോകുമ്പോൾ കൊടുക്കുന്ന ആ ഒരു കിക്കില്ലേ, അതും പഠിച്ചതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു കരാട്ടെ? നമുക്ക് ഇപ്പൊ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? നമുക്ക് ആ ഫൈറ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതാണ് ഞങ്ങൾക്ക് കേൾക്കാൻ കുറച്ചുകൂടി ആഗ്രഹം. ആദ്യം മൂവിക്ക് ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതൊന്നും പറയാൻ പറ്റില്ലായിരുന്നല്ലോ. സോ അതും എവിടെയും പറഞ്ഞിട്ടില്ലായിരുന്നു. കരാട്ടെ ഇവര് എന്റെ ലുക്ക് ടെസ്റ്റ് വെച്ച സമയത്ത് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കരാട്ടേന്റെ ഒരു ഇതുണ്ടാവും, സോ പ്രാക്ടീസ് ചെയ്യണം. സോ 2 months ഞാൻ രാവിലെ കരാട്ടെ എണീച്ച് പ്രാക്ടീസ് ചെയ്യും, വൈകുന്നേരം ജിമ്മിൽ പോകും. അങ്ങനത്തെ
ഇതായിരുന്നു. അവസാനം ഈ ഫൈറ്റ് സീക്വൻസ് വന്ന സമയത്താണെങ്കിൽ പോലും ഇപ്പോൾ മാസ്റ്റർ ഓരോന്ന് ചെയ്യാൻ പറയുമ്പം ലൈക്ക് അവർ പറയുന്നത് പ്രോപ്പറായിട്ട് പഞ്ച് ചെയ്യ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കിക്ക്. പക്ഷെ നമുക്ക് ഇങ്ങനെ നമ്മുടെ ഫസ്റ്റ് മൂവിയാണ് അപ്പം നമ്മളെങ്ങനെ ഒരാളെ കിക്ക് ചെയ്യുക എന്നുള്ളൊരു സാധനം എനിക്കുണ്ടായിരുന്നു. അപ്പം ഡയറക്ടർ പറയുന്നുണ്ട്, സാനിയ ടെൻഷൻ അടിക്കണ്ട, ഷെയ്നിന് കുഴപ്പമൊന്നുമില്ല, ചെയ്തോ. പക്ഷെ ഞാൻ എപ്പോഴും മെല്ലെ മെല്ലെ ചെയ്യാനായിരുന്നു ട്രൈ ചെയ്യുന്നത്. പിന്നെ അവർ പറഞ്ഞു ലൈക്ക് ഓരോ ദിവസം തോറും ഇമ്പ്രൂവ്മെന്റ് വന്നു തുടങ്ങി. സോ അങ്ങനെയായിരുന്നു ഫൈറ്റ്. അപ്പൊ ശരിക്കും ഇടിച്ചു? ഉണ്ട്, ഇടിക്കുന്നുണ്ട്. ലൈക്ക് കുറെയൊക്കെ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ പോലും കുറെയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, ഷെയ്ൻ ഇങ്ങനെ എന്റെ കഴുത്തിന് പിടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ലൈക്ക് അത് ആക്ച്വലി നല്ല പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ കണ്ണിങ്ങനെ ശരിക്കും ഇതാവുന്ന പോലെ ശരിക്കും നല്ല അമർത്തി പിടിച്ചിട്ടുണ്ട്. സോ അതിന്റെ പേര് എനിക്ക് കഴുത്തുവേനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഞാൻ ഫൈറ്റ് സീക്വൻസിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അവസാനം ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടത്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന്റെ കോമഡി എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യുന്ന സമയത്ത് മാസ്റ്റർ വന്നിട്ട് പറഞ്ഞു, സാനിയ റിയാക്ഷൻ പ്രോപ്പർ ആയിട്ട് വരുന്നില്ല. അപ്പൊ ഷെയ്ൻ ഇങ്ങനെ റിയാക്ഷൻ വരുന്നില്ല ഒറ്റൊരു അമർന്ന്. അപ്പോഴാണ് പ്രോപ്പർ റിയാക്ഷൻ, ഒറിജിനൽ ആയിട്ടുള്ള റിയാക്ഷൻ തന്നെ കിട്ടിയിട്ടുണ്ട്. കാരണം ഇത്രയും സഹകരണമുള്ള ഒരു പോലീസുകാർ എവിടെയില്ല. ഞങ്ങളൊക്കെ ചോദിച്ചു നല്ല ആൾക്കാരല്ലേ, നല്ല ആൾക്കാർ. പക്ഷെ എല്ലാരും കൂടെ കൂട്ടം കൂടി നിന്നിട്ട് ഒരുമാതിരി പരിപാടി കാണിച്ചത്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ സിനിമ തന്നെ ഇത്രയും നല്ലൊരു ക്യാരക്ടർ, ഇത്രയും നല്ല കോ ആർട്ടിസ്റ്റുകൾ, ഇത്രയും നല്ലൊരു ടീം. ആഗ്രഹം ഉണ്ടായിരിക്കും ഓൾറെഡി സിനിമയിൽ എത്തണം എന്ന്, പക്ഷെ ഇതുപോലെയൊക്കെ വരും എന്ന് വിചാരിച്ചിട്ടുണ്ട്. അതാ ഞാൻ പറയുന്നത്, സിനിമയിലേക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് എപ്പോഴും മാനിഫെസ്റ്റും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആദ്യം തന്നെ എത്തിപ്പെടുന്നത് ഇത്രയും നല്ലൊരു ക്രൂവിൻ്റെ കൂടെ ആയിരിക്കും പ്രതീക്ഷിച്ചിട്ടില്ല. ഈ പറഞ്ഞതുപോലെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും സീനിയർ ആർട്ടിസ്റ്റുകളാണ്. സോ അവരുടെ ഇത്രയും ഭയങ്കര അടിപൊളി ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇത് ശരിക്കും എനിക്ക് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ അതിൽ. ഓക്കെ, ആ ഒരു കിക്ക് ഉണ്ടല്ലോ ഇപ്പം ഏറ്റവും കൂടുതൽ വൈറലായി ഡോർ തുറക്കുമ്പോൾ തന്നെ ഉള്ള ഒരു കിക്ക്, അത് എത്ര ഷോട്ട് പോയിട്ടുണ്ടായിരുന്നു? അത് കാരണം അതാ പോസ് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ. ആ കിക്കിനേക്കാളും കൂടുതൽ ഷോട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചാൽ പിന്നെ തിരിച്ച് എൻ്റെ ക്യാമറ ഞാനാണെന്ന് റിവീൽ ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ കാലിങ്ങനെ വെക്കും ഇതെന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നു. കാരണം ആ ഡോറിന്റെ ഒരു മൂവ്മെന്റ് കറക്റ്റ് ആവണം, ക്യാമറ ഷോട്ട്സുകൾ കറക്റ്റ് ആവണം, എല്ലാം കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് ഷോട്ട്സ് പോയിട്ടുണ്ട് ആ ഒരു ഇതില്. ഈ ചില ഇപ്പൊ ക്ലൈമാക്സിന്റെ കുറെ സാധനം സസ്പെൻസ് എലമെന്റ് ഒക്കെ റീൽസ് ഒക്കെ വരുന്ന സമയത്ത് അതിന്റെ കമന്റ്സ് നോക്കുമ്പോൾ നോൺ മലയാളി ആയിട്ടുള്ള ആളുകളൊക്കെ ബ്രോ എന്തിനാ ക്ലൈമാക്സ് ഇടുന്നത്, ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മലയാളീസ് അല്ലാത്ത ആൾക്കാരുടെ കമന്റ്സ്. അതാണ് ഇപ്പം ഹിന്ദി പേജസ് വരെ ഏതൊക്കെയോ ട്രോളുകളും മീംസ് അതിൽ. പക്ഷെ റെസ്പോൺസ് ഇസ് ഹ്യൂജ്. ലൈക്സ് ആണെങ്കിലും കമന്റ്സ് ആണെങ്കിലും ബ്രോ സ്പോയിലർ ഇടല്ലേ, ഇപ്പൊ തന്നെ സ്പോയിലർ ഇടല്ലേ, അങ്ങനെ. ഇപ്പം എൻ്റെ ഇതിൻ്റെ ആണെങ്കിൽ കൂടി ഒരു ബിഹൈൻഡ് ദ സീൻസ് ഞാൻ ആക്ച്വലി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഇത്രയും അടിപൊളി റെസ്പോൺസസ് ആയതുകൊണ്ട് പിന്നെ ഞാനത് ടേക്ക് ഡൗൺ ചെയ്തത്. സ്പോയിലർ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇനിയിപ്പോ ഇന്നോ നാളെയായിട്ട് പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ അപ്പോഴേ പോസ്റ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാണാത്ത ആൾക്കാർക്ക് ഒരു സ്പോയിലർ ആവണ്ടല്ലോ വെച്ചിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം പുതിയ എന്തെങ്കിലും പ്രോജക്ട്സ് ഒക്കെ വന്നു? ഇല്ല, ഇപ്പം ഇങ്ങനെ മെസ്സേജ് ത്രൂ ഓരോരുത്തർ ഇങ്ങനെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിക്കാൻ ഒന്നും കൺഫേം ആയിട്ടൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ എപ്പോഴാ ഈ ആഗ്രഹം തുടങ്ങിയത്? ഏത് പ്രായത്തിലാ? ഒരു ചെറുപ്പം മുതലേ ഉണ്ട്. ലൈക്ക് ഒരു 5-6 ആയപ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ ഡാൻസ് കളിക്കുക അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് എനിക്കിത് ആക്ച്വലി സിനിമ അഭിനയം ഒന്നും നമുക്ക് എന്താണെന്ന് അറിയില്ല. പക്ഷെ ആ സമയത്താണെങ്കിലും ഇപ്പം ഉമ്മാൻ്റെ സൈഡ് ഓഫ് ഫാമിലിയൊക്കെ ആണെങ്കിൽ ഇവളെങ്ങനെ വിട്ടൂടെ, സിനിമയിലൊക്കെ അഭിനയിക്കാൻ വിട്ടൂടെ, അങ്ങനെ പറയുമ്പോൾ എനിക്ക് എന്തായിരിക്കും അവിടെ അങ്ങനെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, അങ്ങനെയൊക്കെ. സത്യം പറഞ്ഞാൽ സിനിമയെ കുറിച്ചുള്ള എല്ലാ എക്സ്പോഷറും കിട്ടുന്നത്, ഓരോ ഷോട്ട്സ് എങ്ങനെയാണ് എടുക്കുന്നത് എല്ലാം ഫസ്റ്റ് മൂവിയിൽ വന്നതിന് ശേഷം. ശരിക്കും പറഞ്ഞാൽ ഈ പ്രായത്തിലാണ് ഓക്കെ ഇതൊക്കെയാണ് സിനിമ എന്ന് മനസ്സിലാവുന്നത്. അത് ഇപ്പം ആക്ട്രസ് മാത്രമല്ല, മിസ് കേരള കൂടി. മിസ് കേരളയിൽ ടോപ്പ് 6 ഫൈനലിസ്റ്റ് ആയിരുന്നു. പിന്നെ 2 സബ് ടൈറ്റിൽസ് ആയിരുന്നു എനിക്ക്. ടൈറ്റിൽ വിന്നർ ഞാനല്ല, ആ ഇയറിൽ 2 സബ് ടൈറ്റിൽസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയായിരുന്നു അപ്പോൾ ആ ഒരു ഫീൽഡിലേക്കുള്ളൊരു യാത്ര? ആക്ച്വലി സിനിമയിൽ കയറാനുള്ള എന്തൊക്കെയൊക്കെ വഴികളുണ്ട് എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് മിസ് കേരള വന്നപ്പം അപ്ലൈ ചെയ്യുന്നത്. മിസ് കേരളയ്ക്ക് പോയിരുന്ന സമയത്തും ഞാൻ ഇതായിരുന്നു എയിം ചെയ്തിരുന്നത്. ആരെങ്കിലും നോട്ടീസ് ചെയ്താലോ അങ്ങനെ വിചാരിച്ചിട്ട് തന്നെയാണ് പോകുന്നത്.
സോ മിസ് കേരളയും ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 10 days ഗ്രൂമിങ് സെഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫിനാലിലേക്ക് വരുന്നത്. പിന്നെ നല്ല 2 സബ് ടൈറ്റിൽസും കിട്ടി. അതും എനിക്ക് മിസ് ഫോട്ടോജനിക്കും മിസ് ബ്യൂട്ടിഫുൾ ഹെയറും ഇത് രണ്ടും എനിക്ക് കിട്ടിയിരുന്നു. അപ്പൊ മിസ് കേരളക്കൊക്കെ പോകുമ്പോ എന്തായിരുന്നു വീട്ടില് ഒരു റെസ്പോൺസ്? അതാ, മിസ് കേരളക്ക് പോകുന്ന സമയത്താണെങ്കിലും ഫുള്ളി സപ്പോർട്ടീവ് എന്നല്ല, പക്ഷെ എന്താവും അങ്ങനെ വിടണോ? ഇപ്പൊ 10 days ഗ്രൂമിങ് സെഷൻ എന്നൊക്കെ പറയുന്നത് പാരൻസ് ഒന്നും അലൗഡ് അല്ല, നമ്മൾ ഒറ്റയ്ക്ക് പോയി നിൽക്കണം എന്നൊക്കെ പറയുന്നത്, അതിലൊക്കെ അവർക്ക് കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഈ വാശിപ്പുറത്ത് ആഗ്രഹത്തിന്റെ പുറത്ത് അവര് വിട്ടു, അങ്ങനെയാണ്. പക്ഷെ അതിലും നമ്മള് എന്തെങ്കിലുമൊക്കെ ഒന്ന് അച്ചീവ് ചെയ്തു. ആക്ച്വലി അത് ത്രൂ ആണ് എനിക്ക് മൂവി വരുന്നത്. ഞാൻ അത് എയിം തന്നെയാണ് പോയത്. അതിൽ പോയപ്പോഴാണ് അവിടെ ഒരു ഫോട്ടോഗ്രാഫർ, പുള്ളിക്കാരൻ റെജി ഭാസ്കർ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ ഇങ്ങനെ ജീത് ജോസഫ് സാറിന് റെഫർ ചെയ്യുന്നത്. അപ്പം അതെന്തായാലും നല്ലൊരു തീരുമാനം തന്നെയായിരുന്നു മിസ് കേരളക്ക് പോയത് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് ഉള്ളൊരു ജേണി. ഓക്കെ. ഇപ്പം ഒരുപാട് ആഗ്രഹമുണ്ടോ? അതായത് എനിക്ക് ഇങ്ങനത്തെ റോൾസ് ഒക്കെ ചെയ്യണം. കാരണം ഫസ്റ്റ് തന്നെ പോലീസ് റോൾ എന്ന് പറയുമ്പോൾ അതെന്തായിരുന്നു ആ ഒരു മൊമെന്റ്? ഇപ്പൊ നമ്മൾ സെലക്ഷൻ ആയിന്ന് അറിഞ്ഞു, അതിനുശേഷം ക്യാരക്ടർ ഇതാന്ന് പറഞ്ഞു, ഇങ്ങനെ ഫൈറ്റ് ഉണ്ട്, പോലീസാന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു? കാരണം ഹീറോയിൻ ആണല്ലോ സിനിമയിലെ, അന്ന് റൊമാൻറ്റിക് ഹീറോയിനും അല്ല. പക്ഷെ വില്ലത്തിയാണോ? ലാസ്റ്റ് ആകുമ്പോൾ വില്ലത്തി ആവുന്നുണ്ട്. നമ്മള് മൂവി എന്ന് പറയുമ്പോൾ ആദ്യം പ്രതീക്ഷിക്കുക കുറെ പാട്ടൊക്കെ ഉള്ള ഭയങ്കര കളർഫുൾ ഹീറോയിൻ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനത്തെ സംഭവം പ്രതീക്ഷിച്ചിട്ടാ പോയത്. പക്ഷെ ആദ്യം ഫുൾ ഡാർക്ക് അല്ല, അങ്ങനെയായിരുന്നു. പക്ഷെ നമുക്ക് ആദ്യത്തെ മൂവി എങ്ങനെങ്കിലും ഇതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതായിരുന്നു ഫോക്കസ്. ഇനിയിപ്പം ചെയ്യാൻ താല്പര്യമുണ്ടോ വെച്ചാൽ ഈ പറഞ്ഞ ഇതേപോലെ കുറച്ചൊരു കളർഫുൾ ആയിട്ടുള്ള എൻ്റെ ഒരു ഏജ് കാറ്റഗറിയിൽ പെടുന്ന അങ്ങനത്തെ ഒരു റോളൊക്കെ യങ്സ്റ്റേഴ്സിന്റെ എന്തെങ്കിലും ഒരു മൂവി ചെയ്യണം, അങ്ങനെ ആഗ്രഹം. ഈ വർക്ക് ചെയ്ത മൊത്തം സീനിയർ ആർട്ടിസ്റ്റുകൾ, അതൊരു വേറെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി ഒരേ പ്രായക്കാരോട് വർക്ക് ചെയ്യാൻ എങ്ങനെയായിരിക്കും എന്നറിയാനൊരു ആകാംക്ഷ. എങ്ങനെയുണ്ടായിരുന്നു ഷൈനിക? അടിപൊളിയായിരുന്നു. ഭയങ്കര കാം പേഴ്സണാലിറ്റി ആയിരുന്നു. എങ്ങനെയാ നമ്മളോട് മിണ്ടാന്ന് അറിയില്ല, ഭയങ്കര കാമാണ് പുള്ളിക്കാരൻ്റെ എല്ലാം ചെയ്യും. ഷോട്ടുകളൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ അധികം സംസാരത്തിനൊന്നും ഇല്ല. ജസ്റ്റ് നമ്മൾ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞ് ചെറുതായിട്ടൊന്ന് സംസാരിക്കും, എന്നിട്ട് ക്യാരവനിലിപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ലൈക്ക് നല്ലൊരു ആക്ടറായിരുന്നു. ഇപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ സനി അതിങ്ങനെ ചെയ്ത് നോക്കൂ, അങ്ങനെ ചെയ്ത് നോക്കൂ എന്നും പറഞ്ഞിട്ട് ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അതേപോലെ ഈ പറഞ്ഞ പോലെ ഫൈറ്റ് സീക്വൻസ് ആണെങ്കിലും ഞാൻ അടിക്കുന്നില്ല, എനിക്ക് പേടിയാ. എനിക്ക് എന്താ, ഞാൻ ആരെയും കുത്താനൊക്കെ എനിക്ക് പേടിയായപ്പം പറഞ്ഞു കുഴപ്പമില്ല, ചെയ്തോ, കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല, ശരിക്കും അടിച്ചോ എന്ന് പറയുന്നുണ്ട്. അപ്പം ഡയറക്ടറാണെങ്കിലും പറയുന്നുണ്ട് അവൾ നല്ല ചെയ്യുന്നുണ്ട്, പക്ഷെ അവൾക്ക് ഷെയ്ൻ ആയതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട് എന്നുള്ളൊരു സംഭവം. പക്ഷെ പുള്ളിക്കാരൻ അങ്ങനെ ടെൻഷൻ ഒന്നും ആക്കിയിട്ടില്ല. അടിപൊളിയാണ്. കിട്ടിയ അവസരത്തിൽ കൊടുക്കാൻ കണ്ണടിച്ച് ഒന്നും നോക്കിയില്ല. എൻ്റെ ഈ പറഞ്ഞ പോലെ എൻ്റെ ഗ്രാൻഡ് മദർ എന്നെ വിളിച്ചിട്ട്, അവർക്കൊന്നും അറിയില്ല, എല്ലാവരും വിളിച്ചിട്ട് എന്നാലും എന്തിനാ മോനെ നീ അങ്ങനെ ചവിട്ടിയത് പറഞ്ഞു. ഭയങ്കര ടെൻഷനായിട്ട് അവർക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല സിനിമയല്ല. ഞാൻ പറഞ്ഞു എന്നാലും അങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ, അങ്ങനെ ഒന്നും ആരെയും ചവിട്ടി. ഞാൻ പറഞ്ഞു വല്യമ്മ എന്നെ തിരിച്ചതാക്കി. അല്ല എന്നാലും അത് നീ അങ്ങോട്ട് ചെയ്തത് കൊണ്ടല്ലേ. അയ്യോ, അപ്പൊ വല്ലമ്മ ഈ ലാസ്റ്റ് മറ്റേ ഷെൽഫിലൊക്കെ കയറ്റി വെക്കുന്ന സീനൊക്കെ കണ്ടപ്പോ എന്ന് പറഞ്ഞു. അതൊക്കെ അവർക്ക് ഓക്കെ, ലൈക്ക് ഒരു ഓഡിയൻസ് പോയിന്റ് ഓഫ് വ്യൂ എന്നാ തോന്നുന്നു എല്ലാവരും പടം കണ്ടത്. ഇനിയിപ്പം ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എൻ്റെ ഉമ്മ ആയിരിക്കും ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ. അതെ, ബാക്കി എല്ലാവരും ഓക്കെ, നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു, കിട്ടിയല്ലോ എന്നുള്ള രീതി. ഈ സിനിമ റിലീസ് ആയതിനു ശേഷം ഇപ്പം കുറച്ച് വീഡിയോസ് ഒക്കെ ഒരു പൂക്കി സൈഡ് വരുന്നുണ്ടല്ലോ, ഒരു കോഴി സൈഡ് വരുന്നുണ്ട്, മാരീഡ് ആണോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിന്റെ DM എങ്ങനെയുണ്ട്? ഭയങ്കര പോസിറ്റീവാണ്, ഒന്നും അങ്ങനെ നെഗറ്റീവ് ആയിട്ടൊന്നുമില്ല. പക്ഷെ ഇവര് നെഗറ്റീവ് പറയുകയാണെങ്കിൽ തന്നെ ഭയങ്കര തമാശ രീതിയിൽ ഫണ്ണി ആക്കിയിട്ട് മറ്റേ ഈ പറഞ്ഞ പോലെ ഫയൽസ് തപ്പിയെടുത്തിട്ട് തിരിച്ച് കിട്ടിയോ എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനെ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഭയങ്കര പോസിറ്റീവായിട്ടാണ് വരുന്നത്. അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റെസ്പോൺസ് കിട്ടുന്നത്. ഇത്രയും ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ട് ഫീൽ ചെയ്യുക, ലൈക്ക് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണമെന്ന് അറിയുന്നില്ല. സോ റിപ്ലൈസ് കൊടുക്കാറുണ്ട്. എനിക്ക് പറ്റുന്ന മാക്സിമം ഞാൻ കൊടുക്കാറുണ്ട്. കുറേ പേര് എത്ര എഫേർട്ട് ഇട്ടിട്ട് ലൈക്ക് ഇങ്ങനെ ഓരോ സീനും എക്സ്പ്ലെയിൻ ചെയ്തിട്ടൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്. സോ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം, ഇത്രയും ഏറ്റെടുത്തല്ലോ എന്ന് ആലോചിക്കുമ്പോൾ.
ഇപ്പം സിനിമയിൽ ഇപ്പൊ സാനിയുടെ ക്യാരക്ടർ കോഴിത്തരം കാണിക്കുന്നു, അതുപോലെ തന്നെ DM-ല് വേറെ ആരെങ്കിലും ഒക്കെ വന്നിട്ട് അതൊക്കെ ഉണ്ട്. എന്താ വരുന്നേ? അല്ല, അത് ഇതിന്റെ മുന്നേ ജസ്റ്റ് അക്കൗണ്ട് പബ്ലിക് ആക്കിയപ്പോ തന്നെ ഉണ്ട്. ഞാൻ ശ്രദ്ധിച്ചു, അധികം പോസ്റ്റുകൾ ഇല്ല, ഞാൻ പെട്ടെന്നാ ചെയ്തത്. അതെന്താ അങ്ങനെ ആക്റ്റീവ് അല്ല? ഇൻസ്റ്റാഗ്രാം ആക്റ്റീവ് ആയിരുന്നില്ല. ഞാൻ മൂവിക്ക് ശേഷമാണ് ഇത് പബ്ലിക് ആക്കിയതും. അങ്ങനെ ഓക്കെ. ഞാൻ ഇൻസ്റ്റ നോക്കുമ്പോ ഫോട്ടോഷൂട്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ പബ്ലിക് അല്ലായിരുന്നു. അതെന്താ കുട്ടി അങ്ങനെ? സാധാരണ ആൾക്കാർ അങ്ങനെയല്ലല്ലോ. ഇത് ആദ്യമല്ല, എല്ലാ രീതിയിലും ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം പബ്ലിക് ആക്കണ്ട എന്നുള്ള ഇതൊക്കെ ആയിരുന്നു. പപ്പേന്റെ കൺസേൺ എന്താ വെച്ചാൽ ഇപ്പം ഇതിലേക്ക് ഫോക്കസ് കൊടുത്തിട്ട് പഠിത്തം തീരെ ഇല്ലാതായി പോകും. അപ്പൊ പപ്പ പറഞ്ഞു വേണ്ട പറഞ്ഞപ്പോ ഞാൻ പിന്നെ ചെയ്തില്ല. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും രീതിയിൽ കുറച്ചും കൂടി എക്സ്പോഷർ കിട്ടുന്ന പോലെ ഫോട്ടോഷൂട്ട്സോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പബ്ലിക് ആക്കാന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. പക്ഷെ ഇപ്പൊ കറക്റ്റ് ടൈം ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ആക്ടിങ് അല്ലാതെ വേറെ എന്തൊക്കെയാ സ്കിൽസ്? ഇപ്പൊ കരാട്ടയും കൂടി പഠിച്ചു. കരാട്ടയിൽ എന്താ ബെൽറ്റ് എന്തെങ്കിലും? ഇല്ല, കരാട്ടെ ലൈക്ക് ഇതിനു വേണ്ടി മാത്രം, മൂവിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളില്ലേ, അത് മാത്രമേ പഠിച്ചു. പിന്നെ കണ്ടിന്യൂ ചെയ്തില്ല. ചെയ്യാൻ പറ്റിയില്ല. ചെയ്യായിരുന്നു. ഞാൻ ഇപ്പൊ അത് ബാക്കി കണ്ടിന്യൂ ചെയ്താലോ എന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തായാലും ഒരു ചെറിയ റാപ്പിഡ് ഫയർ തരാം, പെട്ടെന്ന് ആൻസർ പറഞ്ഞാൽ മതി. ഓക്കെ. സാനിയുടെ ഒരു യൂസ്ലെസ് ടാലന്റ്? നന്നാവുകയാണ്. അന്ന് വെയ്സൽ ചേട്ടനോട് ചോദിച്ചപ്പോ ഇവിടെ ചെവി അനക്കുന്നത്. ഒരു സാനി ഒരു സോംബി ആവുന്ന, അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യം അറ്റാക്ക് ചെയ്യാൻ പോകുന്ന ആരായിരിക്കും? സ്കൂൾ മാനേജ്മെന്റ്. എനിക്ക് അത്ര ഭയങ്കര ഹാപ്പി സ്കൂളൊന്നും. ഇപ്പൊ എന്താ പഠിക്കുകയാണോ? ഇപ്പൊ ഞാൻ കോളേജില MBA ചെയ്യാം. അപ്പൊ എന്താ സ്കൂളില് എങ്ങനെ ഒരു കുട്ടിയായിരുന്നു? സ്കൂളിൽ ഞാൻ പഠിക്കുകയൊക്കെ ചെയ്തു, നല്ല കുട്ടിയായിരുന്നു. പിന്നെ മാനേജ്മെന്റ് ടീച്ചേഴ്സിന് എത്ര താല്പര്യം? ആരെ? എന്നെ. ഓക്കെ. സാനിയുടെ എക്സ് ഒരു വെജിറ്റബിൾ ആണെങ്കിൽ എന്ത് വെജിറ്റബിൾ ആയിരിക്കും? അയ്യോ, എക്സ് ഇല്ലല്ലോ. ഒരു മിനിറ്റ്. വെജിറ്റബിളോ? തക്കാളി. ചീഞ്ഞ തക്കാളി. ഓക്കെ. സാനിയുടെ ലൈഫിനൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കണം? ലൈക്ക് ഏത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലായിരിക്കും കൂടുതൽ സാനിയുടെ ലൈഫ് കണക്ട് ആവുന്നത്? ചിന്തിച്ചിട്ട് കൂടിയില്ലേ, ചിന്തിക്കാലോ? ഇല്ല, കിട്ടുന്നില്ല. ഇനി ആലോചിച്ചിട്ട് അടുത്ത ഇന്റർവ്യൂല് പറയണം. അതെ. ഓക്കെ. സാനിയ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവുന്നു, ആദ്യം നടപ്പിലാക്കാൻ പോകുന്ന ഒരു നിയമം എന്തായിരിക്കും? എനിക്കറിയില്ല. ഓക്കെ. കുഞ്ഞായിരിക്കുന്ന സമയത്ത് വിശ്വസിച്ചിരുന്ന ഒരു വിയോഡ് കാര്യം വലുതായപ്പോ അയ്യോ അത് അങ്ങനെ അല്ലല്ലോ എന്ന് തോന്നിയത് എന്താ? കുഞ്ഞായിരുന്നപ്പോ വിശ്വസിച്ചിരുന്നത് ഈ സിനിമയില് അഭിനയിക്കല്ല, അതെന്തോ എവിടെയോ നടക്കുന്ന ഒരു സംഭവമാണ്. അതാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. ഇത് ഇങ്ങനെ ഷൂട്ട് അതൊന്നും എനിക്ക് എന്റെ മൈൻഡിൽ പോയിട്ടില്ല. ഇത് എവിടെയോ നടക്കുന്ന ഒരു കഥയാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് എന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഈ പോലീസൊക്കെ അവരൊക്കെ റിയൽ പോലീസാണ്. മറ്റേ അബു സലീം ആ പുള്ളി പക്ഷെ റിയൽ പോലീസ് ആണല്ലേ? പക്ഷെ ഒരു ടൈം വരെ ഞാൻ ശരിക്കും വിചാരിച്ചു ആള് പോലീസ് തന്നെയാണ്. അങ്ങനെ കുറെ ഇപ്പൊ പല പടങ്ങളിലും കാണുന്ന ആൾക്കാർ ഓക്കെ അവര് അങ്ങനെയാണ് ശരിക്കും അങ്ങനെ വിചാരിച്ചു. ഇപ്പം സാനിയുടെ ലവ് ലൈഫ് ഒരു മൊബൈൽ നെറ്റ്വർക്ക് ആണെന്ന് വിചാരിക്കാം, അതിൽ എത്ര റേഞ്ച് ഉണ്ടോ? ഒരു ഘട്ടം. അതെന്താ? ഇല്ല. സിംഗിൾ? സിംഗിൾ. റെഡി ടു മിംഗിൾ? നോട്ട് റെഡി ടു മിംഗിൾ. എന്താ കോൺസെപ്റ്റ്? എന്താ കോൺസെപ്റ്റ്? ഒന്നുമില്ല, സപ്പോർട്ടീവ് ആയാൽ മതി. വേറൊന്നും വേണ്ട? ഇങ്ങനെ ഫിലിം ഫീൽഡിലുള്ള ആരെങ്കിലും വേണം? അങ്ങനെ വേണ്ട, വേറെ ഫീൽഡ് മതി. ഓക്കെ, അതാ നല്ലത്. ഓക്കെ. സാനിയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അടുത്ത് ഞങ്ങൾ ചോദിക്കാണ്, സാനിയെ കുറിച്ചിട്ടൊരു വാർണിംഗ് സൈൻ പറയുകയാണെങ്കിൽ അത് എന്തായിരിക്കും ബെസ്റ്റ് ഫ്രണ്ട് പറയാൻ പോകുന്നത്? ഞാൻ ഭയങ്കര ക്ലംസിയാ, ഭയങ്കര. അതായിരിക്കും ആര് ചോദിച്ചാലും പറയാൻ പോകുന്നത്. എന്ത് ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ അവിടെ തട്ടി ഇവിടെ തട്ടി വീണു, അത് അങ്ങനത്തെ ഒരു കളിയാണ്. മറ്റേ നിറത്തിലെ ചോമള പോലെ അങ്ങനെ അത്രയും ക്ലംസിയാ ഞാൻ. ആണോ? ഓക്കെ. ഉമ്മയുടെ അടുത്ത് ചോദിച്ചാൽ എന്തായിരിക്കും പറയാൻ പോകുന്നത്? ഉമ്മേൻ്റെ അടുത്ത് ചോദിച്ചാ ഞാൻ ഭയങ്കര പൊട്ടിത്തെറിച്ച് നടക്കുന്ന ക്യാരക്ടറാന്ന് ഉമ്മ വിചാരിക്കുന്നു. പക്ഷെ
പാവ. ഓക്കെ. എന്തെങ്കിലും ഒരു കാര്യം മാറ്റണം, സാനിയുടെ ഒരു ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു സാധനം മാറ്റണം എന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഞാൻ എപ്പോഴും അയ്യോ ഞാൻ ഇങ്ങനെ പറഞ്ഞ ഓപ്പോസിറ്റുള്ള ആളെ എങ്ങനെ തിങ്ക് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഫേവർ ചെയ്തിട്ട് എപ്പോഴും റിപ്ലൈസ് കൊടുക്കാനും അങ്ങനെ ഇപ്പം എന്നെ ഹേർട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ പോലും ഇനിയിപ്പം ഞാൻ തിരിച്ച് പറയുമ്പം അവർക്ക് അത് ഹേർട്ട് ചെയ്യണ രീതിക്ക് അങ്ങനെ അതൊന്നും മാറ്റിയെടുക്കണം എന്നുണ്ട്. ലൈക്ക് ഇപ്പം നമ്മളോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ നിൽക്കാൻ. ഓക്കെ ഓക്കെ. ലൈഫിൽ ഒരുപാട് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ടും ഇതുവരെ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം? സ്കൈ ഡൈവിങ്. എനിക്ക് ഭയങ്കര ആഗ്രഹം. ഇഷ്ടം? പേടിയില്ല? ഇല്ല, എനിക്ക് അങ്ങനത്തെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. ലൈക്ക് ഇപ്പൊ എന്നോട് ആരെങ്കിലും നടക്കാൻ പോവാന്നൊന്നും പറഞ്ഞാൽ ഞാൻ വരില്ല. അതിനു വേണ്ടി വണ്ടർലേ പോവാം അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ ഫുൾ റെഡിയാ. ഏത് ഭയങ്കര റൈഡ്സ് ആണെങ്കിലും നല്ല പേടിയാ, കിടന്ന് കാറും. പക്ഷേ ആ ഒരു അഡ്രിനാലിൻ കിട്ടാൻ ഭയങ്കര ഇഷ്ടം. ഓക്കെ ഓക്കെ. ഇപ്പൊ ഭയങ്കര മൂഡ് ഓഫിലിരിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ആ മൂഡ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാൻ എന്തിനെ കൊണ്ട് പറ്റും? ഫുഡോ മ്യൂസിക്കോ? ചില ആൾക്കാരോ? ഫുഡ്. ഫുഡിയാണോ? ഏറ്റവും ഇഷ്ടം എന്താ? എനിക്ക് ഭയങ്കര സ്വീറ്റ്സ് വെച്ചാൽ മറ്റേ ഹൽവ അതൊന്നും അല്ല കേട്ടോ. ലൈക്ക് ചോക്ലേറ്റ്സ്, ആ ഒരു പേസ്ട്രീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്തെങ്കിലും പെട്ടെന്ന് മൂഡ് ഓഫ് ആയാലൊക്കെ പേസ്ട്രീസോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും ചോക്ലേറ്റ് ആക്ച്വലി കുറേ പേർക്ക് അത് അറിയാം. അപ്പം ഇപ്പം അവർ കാരണം ഞാനിങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ മിണ്ടാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഇതേപോലെ ചോക്ലേറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡൊക്കെ കൊണ്ടുത്തന്ന് അതങ്ങ് ഒതുക്കും. ഞാൻ പിന്നെ അതിലങ്ങ് വീഴും. ഓക്കെ. ഇപ്പം സാനിയുടെ ബാങ്ക് അക്കൗണ്ടിന് ഫീലിങ്സ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ആ ബാങ്ക് അക്കൗണ്ടിന് ഫീലിങ്സ് എന്തായിരിക്കും? ഹാപ്പി ആണോ, സാഡ് ആണോ, ഫ്രസ്ട്രേറ്റഡ് ആണോ, ആംഗ്രി ആണോ, ഫെഡപ്പ് ആണോ? ഫെഡപ്പ്. എന്താ? അങ്ങനെയല്ല, ഞാനും ഇപ്പൊ കുറച്ചിങ്ങനെ ചെലവാക്കി ലൈക്ക് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ. അങ്ങനെ അങ്ങനെ. ഓക്കെ. ഓൺലൈൻ ഷോപ്പിംഗ് ആണോ ഓഫ്ലൈൻ ഷോപ്പിംഗ് ആണോ കൂടുതൽ ഇഷ്ടം? ആദ്യമൊക്കെ ഓൺലൈൻ ഷോപ്പിംഗ് ആയിരുന്നു, ഇപ്പം ഓഫ്ലൈനാണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ. ഭാവിയിൽ ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്യാന്ന് വിചാരിക്കേ, അങ്ങനെയാണെങ്കിൽ ആ ഫിലിം സാനിയുടെ ലൈഫ് റിലേറ്റഡ് ആയിരിക്കും, അതിനെന്ത് പേരിടും? ഇതറിയില്ല എന്ന് പറഞ്ഞേ. അതെ, ഞാൻ ആലോചിക്കാം. ഞാൻ വെരി ബാഡ് അറ്റ് ദിസ് റാപ്പിഡ് ഫയറിൽ. അങ്ങനെ ചോദിച്ചാ അങ്ങനെ ഇപ്പോൾ ടൈറ്റിൽ ഇടുക? എന്നോടാണോ ചോദിക്കുന്നത്? മൈ ജേർണി അങ്ങനെ എന്തേ ഉണ്ടാവുള്ളൂ. എന്തിതോ ബുക്കാ? ഓക്കെ ശരി. ഓക്കെ. ലൈഫ് ഒരു റിയാലിറ്റി ഷോ ആണെന്ന് വിചാരിക്കും, അതെന്ത് കൈൻഡ് ഓഫ് റിയാലിറ്റി ഷോ ആയിരിക്കും? എന്റർടൈൻമെന്റ്, മറ്റേ ഡേഞ്ചറസ് കുറെ ഷോസ് ഇല്ലേ, അത് അങ്ങനത്തെ ഏത് കൈൻഡ് ആയിരിക്കും? അഡ്വഞ്ചറസ് ആയിരിക്കും. അഡ്വഞ്ചറസ് ലൈഫാണ്. കാരണം അങ്ങനെയല്ല, ഇപ്പൊ സ്കൂളിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ലൈഫായിരുന്നു. സോ അത്രയും ഭയങ്കര നല്ല കുട്ടിയായിട്ട് അങ്ങനെ പോയിട്ടല്ല, അങ്ങനത്തെ ലൈഫ്. ഓക്കെ. സാനിയുടെ ഒരു 3 AM ബഡ്ഡി ആരാ? ലൈക്ക് നൈറ്റ് ഒക്കെ പെട്ടെന്ന് ഒരാളെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇഷയാണ് 3 AM ബഡ്ഡി. 3 AM അവൾക്ക് ആക്ച്വലി കറക്റ്റ് ടൈമും കൂടി ആവും, കാരണം അവൾ കാനഡയിലാണ്, ഏത് ടൈമിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ. സോ അങ്ങനെ എനിക്ക് എന്തെങ്കിലും ഇതായിട്ട് വിളിക്കുകയാണെങ്കിൽ എപ്പോഴും ഉണ്ടാവും. ഓക്കെ. ഇപ്പോൾ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ എല്ലാവരും നോ എന്ന് പറഞ്ഞിട്ട് ചെയ്തൊരു കാര്യം എന്തായിരിക്കും? മൂവി അത് പിന്നെ കൺവിൻസ് ചെയ്തു. നോ എന്ന് പറഞ്ഞിട്ട് ചെയ്തത്, എന്നോട് ഇങ്ങനെ ഒറ്റയ്ക്ക് എവിടെയും അങ്ങനെ പോവണ്ട അങ്ങനെയൊക്കെ പറഞ്ഞാലും പോവും. ഞാൻ പോകുന്നൊക്കെ. ഓക്കെ. നെക്സ്റ്റ് ഒരു ന്യൂ മൂവി വരികയാണ്. അതിൽ 1-2 മൂവീസ് ഉണ്ട്. അതിലൊരു മൂവിയുടെ ക്യാരക്ടർ ഭയങ്കര ഒരു റൊമാൻറ്റിക് മൂവി. അതിൽ കുറേ പാട്ടുണ്ട്, കുറേ ഫോറിൻ കൺട്രീസിലാണ് ആ പാട്ടിൻ്റെ ഷൂട്ടും പരിപാടീസൊക്കെ. ഒരു മെയിൻ ഭയങ്കര ഒരു ഹീറോയിൻ ക്യാരക്ടർ പക്ക. രണ്ടാമത്തേത് ഹീറോയിൻ തന്നെയാണ്, പക്ഷെ ഗോസ്റ്റ് ആണ്. ആ ഭയങ്കര ഡേഞ്ചറസ് ഗോസ്റ്റ്. നമ്മളൊക്കെ കണ്ട എന്തായാലും ഉറക്കത്തിൽ പേടിക്കുന്ന അമ്മാതിരി. നമ്മുടെ കേരളം കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് ഗോസ്റ്റ് ആയിരിക്കും. മൂന്നാമത് വില്ലൻ ക്യാരക്ടർ. നമ്മൾ ആ സിനിമ റിലീസായി കഴിഞ്ഞാൽ എല്ലാവരും പറയും ഇതുപോലത്തെ ഒരു ഫീമെയിൽ വില്ലൻ ഇതുവരെ വന്നിട്ടില്ല. ഇതിൽ ഏതായിരിക്കും സെലക്ട് ചെയ്യാം?
ഓൾറെഡി വില്ലൻ പോലത്തെ ഒരു ക്യാരക്ടർ ചെയ്തതുകൊണ്ട് ഫസ്റ്റ് ആയിരിക്കും ഞാൻ പ്രിഫർ ചെയ്യാം. പക്ഷെ ഇപ്പം എൻ്റെ പരിചയമുള്ള ആരോടെങ്കിലും ചോദിച്ചാൽ അവർ പറയും നീ സെക്കൻഡാണ് എടുക്കേണ്ടത്. കാരണം എൻ്റെ മെയിൻ സ്വഭാവമാണ് ഈ ബാക്കിയുള്ളവർ ഉറങ്ങിക്കിടക്കുമ്പോൾ പേടിപ്പിക്കുക. എല്ലാവരും ഹോസ്റ്റലായിരുന്ന സമയത്ത് എന്താക്കും, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ വെള്ള ബെഡ്ഷീറ്റ് ഇട്ട് ഞാൻ ഇങ്ങനെ വരാൻ എന്തെങ്കിലും നടക്കും, വെറുതെ പേടിപ്പിക്കാൻ. അപ്പം ഇവർ പറയും നീയൊക്കെ ശരിക്കും ഒരു പ്രേതപ്പടത്തിൽ പോയി അഭിനയിച്ചു, നിനക്ക് നല്ല ഭാവി ഉണ്ട് എന്ന് പറയും. അവരൊക്കെ ആണെങ്കിൽ അതാ ചൂസ് ചെയ്യാം, പക്ഷെ ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്യും. ഓക്കെ നമുക്ക് ഈ കുട്ടീൻ്റെ അടുത്ത് അധികം റാപ്പിഡ് ഫയർ ചോദിച്ചിട്ട് കാര്യമില്ല. എങ്ങനെയാ ഈ ഹോസ്റ്റൽ ഉണ്ടെന്ന് പറഞ്ഞില്ല, എങ്ങനെ ഉണ്ടായിരുന്നു ഹോസ്റ്റൽ ലൈഫ് ഒക്കെ? അല്ല, ഞാൻ ആദ്യം നാട്ടിൽ തന്നെ ആയിരുന്നു, എല്ലാം കോളേജൊക്കെ ചെയ്തത് വയനാട്ടിൽ തന്നെയാണ്. ആ സമയത്ത് കൊറോണ വന്ന സമയത്ത് കുറച്ചു കാലം സ്കൂളിൻ്റെ ഹോസ്റ്റലിൽ നിന്നു, അത്രേ ഉള്ളൂ. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. സിസ്റ്റർമാരെ കോൺവെന്റ് ഹോസ്റ്റൽ, സ്ട്രിക്റ്റ് ആയിട്ട് അങ്ങനെ. പക്ഷെ ഫണ്ണായിരുന്നു. എൻ്റെ എല്ലാ ബെസ്റ്റ് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ആയപ്പം ഫുൾ ഒറ്റയ്ക്കാണ്. എല്ലാ ഫ്രണ്ട്സും ഓരോ സ്ഥലത്തേക്ക് പോയി. ഞാൻ ഒറ്റയ്ക്കാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. പക്ഷെ ഇവിടുന്നും കുറേ നല്ല നല്ല ഫ്രണ്ട്സ് കിട്ടി, നല്ല നല്ല കണക്ഷൻസ് കിട്ടി. ഇവിടുത്തെ ഹോസ്റ്റലിലാണെങ്കിലും ഭയങ്കര കണക്റ്റഡ് ആയി. അങ്ങനെ നല്ല കമ്പനിക്കാരെ കിട്ടി എന്തായാലും കൊച്ചിയിൽ വന്നിട്ട്. ഇപ്പം മെയിനായിട്ട് ഇപ്പം ഫസ്റ്റ് മൂവി ഇതുപോലത്തെ ഒരു സ്ട്രോങ് ക്യാരക്ടർ, ഒരു പോലീസ് ക്യാരക്ടറൊക്കെ ചെയ്തപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ടെൻഷൻ ഉണ്ടോ, ഇനി വരുന്ന ക്യാരക്ടർ ഇതുപോലത്തെ തന്നെ ആയിരിക്കുമോ എന്ന്? അങ്ങനെ ചെറിയ ടെൻഷൻ ഉണ്ട്. പക്ഷെ എനിക്ക് ആക്ച്വലി ഈ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു സംഭവം ഇഷ്ടപ്പെട്ടു. അപ്പം ഇനി അങ്ങനെ ചെയ്താലും ഐ ആം ഓക്കെ. ഈ ഇടി കുറേ ഇപ്പം 4-5 ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നല്ലോ, അപ്പം ഇടി കൊണ്ടിട്ട് കഴുത്തിന് ഇഷ്യൂ വന്നു, എന്നാലും ഭയങ്കരമായിട്ട് ബോഡി പെയിൻ വന്നു. ഭയങ്കര ബോഡി പെയിൻ ആയിരുന്നു. ഞാൻ ഓർത്തു ഞാൻ ഈ കരാട്ട പ്രാക്ടീസ് ചെയ്തതുകൊണ്ടും ജിമ്മിൽ സ്ഥിരമായിട്ട് പോയത് കൊണ്ടും എനിക്ക് അങ്ങനെ വരില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഭയങ്കര ബോഡി പെയിൻ ആയിരുന്നു. നല്ലോണം ബോഡി പെയിൻ എടുത്ത് എന്നും ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് ഐസ് ബാഗ് അവിടെ ഇവിടെ എല്ലായിടത്തും വെക്കുക, അതായിരുന്നു പരിപാടി. ഓക്കെ, എന്താണ് ഇപ്പോൾ ഫ്രണ്ട്സും കൂടെ ഉള്ള ആളുകളൊക്കെ ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു ചോദ്യം എന്തായിരിക്കും ഇപ്പോൾ സിനിമയിൽ വന്നതിന് ശേഷം? ഞാൻ ആക്ച്വലി സിനിമ കിട്ടുന്നത് തൊട്ട് ഒന്നും ആരെയും അറിയിച്ചിട്ടില്ല. കാരണം നമുക്ക് അറിയില്ലല്ലോ എത്രത്തോളം ഉണ്ടാവുന്നു. അപ്പം അവർക്കെല്ലാം ഇതൊരു സർപ്രൈസ് ആയിരുന്നു. പെട്ടെന്ന് ഞാൻ പോസ്റ്റർ ഇടുന്നു, അപ്പം നീ ഇതിലുണ്ടോ, നീയാണോ ഇതിൽ നായിക. അപ്പം പിന്നെ എനിക്കിപ്പോൾ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളൊരു സംഭവം എന്താ വെച്ചാൽ, ഓക്കെ എൻ്റെ ഫ്രണ്ടാണ് എന്ന് പറയുന്നതിൽ ഇപ്പോൾ ബാക്കിയുള്ളവർ പ്രൗഡാണെങ്കിൽ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പി. അങ്ങനെ കുറേ മെസ്സേജസ് ഒക്കെ വരുമ്പം അതൊരു സന്തോഷം. ഓക്കെ അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പം ദൃഢം എന്തായാലും OTT-യിൽ ഒരുപാട് പേരുടെ അപ്രിസിയേഷനൊക്കെ കിട്ടി, ഇപ്പോഴും സ്റ്റിൽ ഡിസ്കസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സാനിയുടെ ക്യാരക്ടർ ആണെങ്കിലും എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഇനി ഒരുപാട് നല്ല നല്ല സിനിമകളൊക്കെ കിട്ടട്ടെ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.